പല ആളുകളും പറയുന്ന ഒരു പരാതിയാണ് മാർക്കറ്റ് കയറുമ്പോൾ എന്റെ പോർട്ട്ഫോളിയോയിൽ വലിയ മാറ്റങ്ങളില്ല, എന്നാൽ മാർക്കറ്റ് ഇടിയുമ്പോൾ എന്റെ പോർട്ട്ഫോളിയോ വലിയ തോതിലുള്ള നഷ്ടം കാണിക്കുന്നുണ്ട്. എന്താണ് അടിസ്ഥാനപരമായിട്ട് ഇതിന്റെ ഒരു കാരണം? ഒരു ബാലൻസ്ഡ് ആൻഡ് ഹെൽത്തി പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ഹെൽത്തി ആൻഡ് ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. ആദ്യ പോയിന്റ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. പലതവണ നിങ്ങൾ കേട്ടിട്ടുണ്ട്, എങ്കിൽ കൂടിയും ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു മീനിങ് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. പല ആളുകളും ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകളിൽ മാത്രമാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. ബാങ്കിങ്ങിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു, ചില ആളുകൾ ഐ.ടിയിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ ഇത് ശ്രദ്ധിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ആദിത്യ ബിർള മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ ഓൾറെഡി തന്നെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഇതിൽ റിലയൻസ് എന്ന് പറഞ്ഞ സ്റ്റോക്കിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് എങ്കിൽ നിങ്ങൾ രണ്ടാമത് ഒരു മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ ഒരു റിലയൻസിന് വെയിറ്റേജ് ഇല്ലാത്ത അല്ലെങ്കിൽ റിലയൻസ് തന്നെ ഇല്ലാത്ത ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നതാകും ഉചിതം. കാരണം ഓൾറെഡി തന്നെ റിലയൻസ് ഹോൾഡ് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. മാർക്കറ്റ് ക്രാഷ് ചെയ്യുമ്പോൾ റിലയൻസ് ഹോൾഡ് ചെയ്യുന്ന രണ്ട് മ്യൂച്വൽ ഫണ്ടാണ് നമ്മൾ അക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് മ്യൂച്വൽ ഫണ്ടും നെഗറ്റീവ് റിട്ടേൺ കാണിക്കും. സ്റ്റോക്കിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഒരു സെക്ടറിൽ മാത്രം ഊന്നി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ആ ഒരു സെക്ടർ ഇടിയുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ മൊത്തത്തിൽ ഒരു നെഗറ്റീവ് റിട്ടേൺ കാണിക്കും. അതുകൊണ്ട് തന്നെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ട്, സെറ്റിംഗ് ഗോൾസ് വൈൽ ഇൻവെസ്റ്റിംഗ് എന്നുള്ളതാണ്. നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുന്ന സമയത്ത് ഇത് ലോങ് ടൈമിലേക്കാണോ ഷോർട്ട് ടൈമിലേക്കാണോ എന്നുള്ളത് സ്റ്റോക്ക് വാങ്ങുന്ന ആ മൊമെന്റിൽ തന്നെ ഉറപ്പുവരുത്തണം. കാരണം ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഒരു വർഷത്തിന് മുമ്പാണ് ഈ ഒരു സ്റ്റോക്കിന്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ 20% ആണ് ഇതിന്റെ ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. ഇതിന് നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയും. എന്നാൽ ഒരു വർഷത്തിന് മുകളിലാണെങ്കിലോ ഇത് ലോങ് ടൈം കാറ്റഗറിയിൽ വരും. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 12% ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് വാങ്ങുന്ന സമയത്ത് ഇത് സ്വിംഗ് ട്രേഡ് ആണോ അതോ ഇത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നെക്സ്റ്റ് പോയിന്റ് റിസ്ക് ടോളറൻസ് ആണ്. ഒരു സ്റ്റോക്ക് നമ്മൾ ബൈ ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റോക്കിൽ നമ്മൾ എടുക്കാൻ പറ്റുന്ന റിസ്ക് എത്രയാണെന്നുള്ളത് ആദ്യമേ തന്നെ ഡിറ്റർമിൻ ചെയ്യുക. അത് മാത്രമല്ല, ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ, ട്രേഡ് ചെയ്യുന്ന ആളുകൾ, പല ആളുകളുടെയും ഏജ് വ്യത്യസ്തമായിട്ട് ഇരിക്കും. അതുകൊണ്ട് തന്നെ പല ആളുകളും മാർക്കറ്റിന് വേണ്ടി കൊടുക്കുന്ന സമയവും വ്യത്യസ്തമാണ്. ചില ആളുകൾക്ക് ഗ്ലോബൽ ന്യൂസുകൾ അനുസരിച്ച് ഈ പ്രോഫിറ്റും ലോസും എല്ലാം തന്നെ ബുക്ക് ചെയ്ത് മാറാനായിട്ടുള്ള ഒരു സമയമുണ്ട്. മാർക്കറ്റിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയവും നമ്മൾ ഇൻവെസ്റ്റ്മെന്റും തമ്മിൽ വളരെയധികം പൊരുത്തപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊരു റിസ്ക് ടോളറൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എത്രമാത്രമാണ് നമ്മൾ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത്, നമ്മുടെ ജോലി അനുസരിച്ച് ആയിരിക്കാം ചില ആളുകൾ മാർക്കറ്റിൽ പാസീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകൾ കുറച്ച് റിസ്ക് എടുക്കുകയും, എന്നാൽ മാർക്കറ്റിൽ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ, മാർക്കറ്റിൽ ഫുൾ ടൈം ട്രേഡ് ചെയ്യുന്ന ആളുകൾ, ഫുൾ ടൈം മാർക്കറ്റിനെ വാച്ച് ചെയ്യുന്ന ആളുകൾ, അവർക്ക് കൂടുതൽ റിസ്ക് എടുക്കുന്നതിലും തെറ്റില്ല. അതുകൊണ്ട് തന്നെ റിസ്ക് ടോളറൻസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. മാർക്കറ്റിൽ നമ്മൾ എത്രമാത്രമാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് നമ്മുടെ റിസ്ക് ടോളറൻസ് വ്യത്യാസപ്പെട്ട് ഇരിക്കും. നെക്സ്റ്റ് പോയിന്റ് പോർട്ട്ഫോളിയോ റീബാലൻസിംഗ്. മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇക്വിറ്റിയും മറ്റ് മെറ്റൽ അസറ്റ് ക്ലാസും ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. പല സമയങ്ങളിൽ നമ്മൾ കാണാറുണ്ട്, യുദ്ധ സാഹചര്യങ്ങളിൽ എല്ലാം തന്നെ വരുമ്പോൾ ഈ ഗോൾഡിന്റെ പ്രൈസ് ഉയർന്നു പോകും. കാരണം ആളുകൾ ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഗോൾഡിനെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ ഇക്വിറ്റിയിലുള്ള അലോക്കേഷൻ കുറച്ച് ഗോൾഡിലുള്ള അലോക്കേഷൻ കൂട്ടാനായിട്ട് ശ്രമിക്കുക. അതുപോലെ പല മാർക്കറ്റ് സൈക്കിൾ ഉണ്ട്. ചില സമയങ്ങളിൽ ഈ ടൂറിസം സമയങ്ങളിൽ ആളുകൾക്ക് ഈ ടൂറിസം ഹോട്ടൽസ് അല്ലെങ്കിൽ ലഗേജ് ബാഗുകൾ തുടങ്ങിയ സ്റ്റോക്കുകളിൽ കൂടുതൽ അറ്റൻഷൻ ഉണ്ടാകും. മൺസൂൺ വരുമ്പോൾ അതുപോലെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിസിനസ് ചെയ്യുന്ന കമ്പനീസിൽ കൂടുതൽ അറ്റൻഷൻ ഉണ്ടാവും. നെക്സ്റ്റ്, ഫോളോ കറന്റ് ട്രെൻഡ് എന്നുള്ളതാണ്. നമുക്കറിയാം മാർക്കറ്റിൽ പല സമയങ്ങളിലും പല സെറ്റ് ഓഫ് സ്റ്റോക്കുകളിലായിരിക്കും ട്രെൻഡ് ഉണ്ടാവാം. ചില സമയത്ത് അത് റിന്യൂവബിൾ എനർജിയിലാവാം, ചില സമയത്ത് അത് ഇവിയിലാവാം, ചില സമയത്ത് അത് കോപ്പറിലാവാം. അപ്പൊ പല സമയങ്ങളിലും ചില സെക്ടർ ട്രെൻഡിങ് ആയിട്ട് വരും. അപ്പൊ ഈ ഒരു ട്രെൻഡ് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. ഈ ട്രെൻഡിനനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അവസാനമായി മിനിമം റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സ്റ്റോക്ക് നമ്മൾ അക്യൂർ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ആ സ്റ്റോക്ക് ബന്ധപ്പെട്ട കമ്പനി, ആ കമ്പനിയെ സംബന്ധിച്ചുള്ള ഫണ്ടമെന്റൽ ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ച് ഒരു മിനിമം റിസർച്ച് ചെയ്യുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായ ഒരു കാര്യമാണ്. പല ആളുകളും സ്റ്റോക്ക് അക്യൂർ ചെയ്യുന്നത് പല സുഹൃത്തുക്കളെല്ലാം തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടാവാം. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ച് നമുക്ക് യാതൊരു ധാരണ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു മിനിമം റിസർച്ച് വളരെയധികം നിർബന്ധമാണ്. ഈ മിനിമം റിസർച്ച് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വേണമെങ്കിൽ ETF ഫണ്ടിനെ റിലേ ചെയ്യാം. അതായത് നിഫ്റ്റിനെ പിന്തുടരുന്ന
പിന്തുടരുന്ന നിഫ്റ്റി ബീസ്, ബാങ്കിങ് സെക്ടറെ പിന്തുടരുന്ന ബാങ്ക് ബീസ്, അതല്ലെങ്കിൽ PSU ബാങ്കിന്റെ സെക്ടർ മാത്രം പിന്തുടരുന്ന PSU ബാങ്ക് ബീസ്, ഇൻഫ്രാസ്ട്രക്ചറിന് മാത്രം പിന്തുടരുന്ന ഇൻഫ്രാസ്ട്രക്ചർ ബീസ്, ഈവൻ ഗോൾഡിനെ പിന്തുടരുന്ന ഗോൾഡ് ബീസ് പോലെയുള്ള ETF ഫണ്ടുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ മാർക്കറ്റിൽ കൃത്യമായിട്ട് റിസർച്ച് ചെയ്യാൻ പറ്റാത്ത ആളുകൾ, ഏജ് ആയ ആളുകൾ, അതല്ലെങ്കിൽ മാർക്കറ്റിനെ ഇൻഡെപ്ത് സ്റ്റഡി ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ETF നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് മാർഗമാണ്. അതുപോലെ മാർക്കറ്റ് എത്ര സീവിയർ ആയിട്ട് ഇടിഞ്ഞാലും ഇടിയാത്ത ലിക്വിഡ് ഫണ്ടുകളുണ്ട്. ലിക്വിഡ് ബീസ് അതിനൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഡെപ്റ്റ് ഫണ്ടുകൾ മറ്റൊരു ഉദാഹരണമാണ്. ഗവൺമെന്റ് ഡെപ്റ്റ് ഫണ്ടുകളിൽ തന്നെ ഗിൽറ്റ് മ്യൂച്വൽ ഫണ്ടും ഉണ്ട്, ഗവൺമെന്റ് സെക്യൂരിറ്റീസും ഉണ്ട്. ഈ ഫണ്ടുകളെല്ലാം തന്നെ ഗവൺമെന്റ് കടപ്പത്രങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇക്വിറ്റി മാർക്കറ്റ് എത്ര തീവ്രമായിട്ട് ഇടിഞ്ഞാലും ഈ പർട്ടിക്കുലർ ഗിൽറ്റ് മ്യൂച്വൽ ഫണ്ടോ അതല്ലെങ്കിൽ ലിക്വിഡ് ബീസോ നെഗറ്റീവ് റിട്ടേൺ തരാറില്ല. അതുകൊണ്ട് ഒരു എമർജൻസി ഫണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡ് ബീസും ഗിൽറ്റ് മ്യൂച്വൽ ഫണ്ടും വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ്.